ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എല്ലാവിധ തണ്ടൽ വേദന, മേൽവേദന, അങ്ങനെ എല്ലാവിധ അസുഖങ്ങൾക്കും ഒരു ചെറിയ പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് തെങ്ങിൻ്റെ പൂക്കുലയുടെ ലേഹം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് നമുക്ക് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് 7 തേങ്ങയാണ്. അത് ഇതാ ഈ രൂപത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക. പിന്നീട് അത് അരച്ചെടുക്കണം. അരച്ചെടുക്കുക പറഞ്ഞാൽ ഫസ്റ്റ് അരച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. എന്താ അരയാൻ വേണ്ട അത്ര വെള്ളം മാത്രം കൊടുക്കുക. എന്നിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതാ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുക. ഇനി നമ്മൾ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് തെങ്ങിൻ്റെ പൂക്കോലയാണ്. അതിതാ ഞാൻ ആദ്യമായിട്ടാണ് ഇതെങ്ങനെ ഓപ്പൺ ആക്കാമെന്നൊക്കെ കാണുന്നത്. അപ്പോൾ എന്താ സംഭവം ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് ഞാൻ അതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് ചെറിയ ചെറിയ ഇതിൽ അരിഞ്ഞെടുക്കുക. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ കുക്കറിലാണ് വേവിക്കണത്. അപ്പോൾ വിസലും അതുപോലെ ഒഴിച്ച് ഇപ്പം ഞങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതാ പൂക്കുലയുടെ തൊട്ട് മേലെ വരെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രൂപത്തിലാവും. ഇനി ഇത് അരച്ചെടുക്കണം. നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഉരുളി നന്നായിട്ടൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ഒഴിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലാണ്, അതായത് 2ാം പാലാണ്. ഇത് എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പൂക്കുല അരച്ചെടുത്തുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അത് ഈ ഒഴിച്ചെടുത്ത 2ാം പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് ഇത് ഇട്ട് കൊടുത്തിട്ട് ഇളക്കേണ്ടത്. ഇനി ഇത് തിളച്ച് നന്നായി കുറുകി വരും. അപ്പോൾ ഇത് പൂക്കുല നമ്മൾ 2ാം വട്ടം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കൺസിസ്റ്റൻസി ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്, ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഉലുവ ഇട്ട് കൊടുക്കാനുള്ള നേരമായിരിക്കണം. നമ്മൾ 1/2 കിലോ ഉലുവ തലേദിവസം രാത്രി വെള്ളത്തിട്ട് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സിമാകാൻ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇത് തിളയ്ക്കുമ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കണ പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ കയ്യുമ്പോൾ എന്തെങ്കിലും ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം, തുണി പോലത്തെ എന്തെങ്കിലും ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3/4 കിലോ ശർക്കരയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടാണ് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ മെൽറ്റായ ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചുക്കുപൊടിയാണ്. ഇതിനി നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മളൊരു ഫ്രൈ പാനോ ചട്ടിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം ഇത് പൊടിച്ചെടുത്തിട്ട് ഈ പൊടിച്ചെടുത്ത പൊടി നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ലേഹത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ഫ്ലേവർ തരാനും നല്ല കുറേ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഇതിനി നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കുക. കാരണം ഇത് പെട്ടെന്ന് അടി പിടിക്കും, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ ലേഹം തിളയ്ക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതാണ് ആ സൈഡിലൊക്കെ കാണാനുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കൈ നന്നായിട്ട് പൊള്ളും.
ഈ ലേഹം നന്നായി തിളച്ച് കുറുകി വന്നപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും നന്നായി യോജിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ലേഹം നന്നായി കുറുകി വരാനും ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ച് 1 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എന്ന ഒരു അളവിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ കുറുകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ ലെവലിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലേഹം ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് കുറുകി വരാനും ഒരു കട്ടിയിലാവാനും ഉണ്ട്. കൂവ ഈ ലേഹം നന്നായിട്ട് കുറുകി വരാനും അതുപോലെ ശരീരത്തിന് തണുപ്പ് നൽകാനും സഹായിക്കും. അരിപ്പൊടി ഒന്നും കൂടി കട്ടിയാവാനും സഹായിക്കും. അതുകൊണ്ടാണ് ഇത് രണ്ടും കുറുകി വരാൻ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ലേഹം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കുക അല്ലെങ്കിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകി നല്ല പെർഫെക്റ്റായി കിട്ടണത് വരെ നമ്മൾ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ ലേഹം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് എടുത്ത് മാറ്റി വെക്കാം. അവസാനം നമ്മുടെ ലേഹം ഈ ഒരു കട്ടിയിലാണ് ഉണ്ടാവുക. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് നിർബന്ധിച്ച് പറയാൻ കാരണം എന്താ വെച്ചാൽ പീരിയഡ്സ് ടൈമിലൊക്കെ തണ്ടൽ വേദന, വയറുവേദന അതൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കുറയാനൊരു നല്ലൊരു റെമഡിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ തണ്ടൽ വേദന, കാലുവേദന അതൊക്കെ അനുഭവിക്കുന്ന എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ലേഹമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ടേസ്റ്റിന് ഒരു പ്രശ്നമില്ല. ശർക്കര നമ്മൾ ആഡ് ചെയ്യണോണ്ട് പൂക്കുലയുടെ അത്ര ആ ചവർപ്പ് വല്ലാണ്ട് അറിയണില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.